ഹായ് ഡിയേഴ്സ്, ഒപ്പ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കിടിലൻ കുർത്തി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല സ്ക്വയർ നെക്കൊക്കെ വെച്ചിട്ട് അതുപോലെ പഫ് സ്ലീവ് ഒക്കെ വെച്ചാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന തുണി നൈറ്റി മെറ്റീരിയലാണ്. നിങ്ങൾക്ക് 2.5 മീറ്റർ മെറ്റീരിയൽ വാങ്ങിച്ചാൽ മതി. നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൂടെ കാണിക്കാമല്ലോ എന്ന് കരുതിയാണ് ഈ മെറ്റീരിയൽ തന്നെ ഇന്ന് എടുത്തത്. ഇത് നമുക്കൊരു കസ്റ്റമർ കടയിൽ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. ഇത് കുറേ നാൾ മുന്നേ എടുത്ത് വെച്ചാണ് കേട്ടോ. തിരക്കായതുകൊണ്ട് എനിക്കിത് കാണിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അവർക്ക് പതുക്കെ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഓണത്തിന് കൊടുത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ആയിട്ട് ഇടാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇത് രണ്ടായിട്ട് മടക്കിയാണ് നമുക്ക് തുണി കിട്ടുന്നത്. അതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുക്കണം. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കണ്ടോ, രണ്ടായിട്ട് മടക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കത് നിവർത്തി ഉടയ്ക്കണ്ട, ജസ്റ്റ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വീതിയിൽ മടക്കി കൊടുത്താൽ മതി. അജ്രക്കിൻ്റെ പ്രിൻ്റാണിത് കേട്ടോ. അജ്രക്ക് ഒരു ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്തിരി കുറഞ്ഞെന്ന്. ഇപ്പം നേരത്തെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അജ്രക്കിൻ്റെ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആദ്യം താഴ്വശം ഒന്ന് കറക്റ്റാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ലെങ്ത്ത് മുകളിലേക്ക് എടുത്തു കൊടുക്കാം. ഇത് ഞാനിങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോൾഡ് ചെയ്ത വശം നമുക്ക് മുകളിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് അവിടുന്ന് വേണം നമുക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് 44ആണ്. ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പോട് ഇട്ട് ഞാൻ 46ൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. നെക്കിൻ്റെ അകലം 3.5 ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വീതി വേണമെങ്കിൽ അതനുസരിച്ച് എടുത്തു കൊടുക്കാം. ഷോൾഡർ അല്പം തിന്നായിട്ട് ഇരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ ഇങ്ങനെ താഴേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ടോട്ടൽ 6 ഇഞ്ച് എടുത്തു. ഷോൾഡർ 2.5 തയ്യൽ തുമ്പൂടെ കൂട്ടി 2.5 എടുത്തു. അങ്ങനെ ടോട്ടൽ ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് 6 കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല വീതി കുറഞ്ഞ ഷോൾഡർ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് പഫൊക്കെ ചെയ്ത് സ്ലീവും കൂടെ ആകുമ്പോൾ. എന്നിട്ട് ഇതുപോലെ ആം ഹോളും നമ്മൾ താഴേക്കൊന്ന് ജസ്റ്റ് പോയിൻ്റ് ഇട്ടു. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഞാൻ താഴേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യുക. എന്നാ നെക്കിൻ്റെ ഈ വശത്തേക്ക് നമ്മളിതുപോലെ 1/2 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ആം ഹോള് ഇതുപോലെ തന്നെ ഒരു 6 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തത് സെയിം അത് തന്നെ നമുക്ക് ആം ഹോളും എടുക്കാം. ഇനി ഇവിടുത്തെ ചെസ്റ്റ് വണ്ണം നമുക്ക് 11ആണ്. ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതാ നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 13 മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് കർവ് കൊടുത്തു. കറക്റ്റ് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് 3 കൊടുത്തു. ഇവിടെ നിന്നും ഇതിലേക്ക് ഈ 3 പോയിൻ്റ് കൂടെ മുട്ടിച്ച് നമുക്ക് വരയ്ക്കാം ഇതേപോലെ. എന്നിട്ട് ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 9-9.5 ഒക്കെ കിട്ടത്തക്ക രീതിയിൽ വേണം ആം ഹോള് നമുക്ക് കിട്ടാനായിട്ട്. ഞാനിതിപ്പോൾ ഒരു ഡബിൾ എക്സൽ വേണമെന്നില്ല, എക്സലും ഡബിൾ എക്സലിൻ്റെ ഇടയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു വണ്ണമാണ്. അപ്പോൾ അങ്ങനെയാണ് എടുത്തു കൊടുക്കുന്നത്. ഷേപ്പ് ലെങ്ത്ത് നമുക്ക് 13.5-14 എടുത്തു കൊടുക്കാം. അതുപോലെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് 19-20 അത്ര എടുക്കാം. അത് ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇടഭാഗം 9ആണ്, അത് 2 ഇഞ്ച് കൂട്ടി 11 എടുത്തു. ഇവിടുത്തെ വണ്ണം നമുക്ക് 11ആണ്, 1 ഇഞ്ച് കൂട്ടി 12 എടുത്തു. ഇനി താഴ്വശത്തേത് നമ്മളിവിടെ 11 കൂട്ടി 1 ഇഞ്ച് കൂട്ടി 12 എടുത്തു. ഇവിടെ 12 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 13 എടുക്കാം. കറക്റ്റ് 1 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി. അങ്ങനെ ടോട്ടൽ 13 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. സ്ലാൻഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എടുത്തത് അതേപോലെ തന്നെ കട്ട് ചെയ്തു. ഇവിടവും നമ്മൾ കട്ട് ചെയ്തെടുത്തു. കണ്ടല്ലോ, മിഡിൽ പോയിൻ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം നിവർത്തുന്നതിന് മുന്നായിട്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഷോൾഡറും ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ 6ആണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഷോൾഡറിൻ്റെ അനുസരിച്ച് വേണം എടുത്തു കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു എക്സലുകാർക്ക് നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ചെയ്യാം. പിന്നെ ആം ഹോൾ കുഴിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഐ ബട്ടണിന് മുകളിൽ കാണുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ എല്ലാ വീഡിയോയിലും നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരെ അങ്ങ് ആം ഹോൾ കട്ട് ചെയ്യുകയാണ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ചെയ്തു പഠിക്കുക. ഇനി നമുക്ക് ലൈനിങ് വേണം, അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിനുള്ള പീസ്. കണ്ടോ, ഫോൾഡ് ചെയ്ത വശമാണ് നമ്മൾ എടുത്തു കൊടുത്തത്. അപ്പോൾ കൈമുട്ടിന് മുകളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് ഇഷ്ടം ആ ഒരു ലെങ്ത്ത് എടുത്തു കൊടുക്കാം.
ഞാനിവിടെ 13 എടുത്തത്. 1 ഇഞ്ച് കൂട്ടി നമുക്ക് പഫിന് വേണ്ടിയിട്ട് കൊടുക്കാം. 1 ഇഞ്ച് എപ്പോഴും ചെറിയൊരു പഫാണ് ചെയ്യുന്നത്, ഒരുപാട് വലുതായിട്ടല്ല, ചെറിയൊരു പഫ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുത്തെ ലെങ്ത്ത് നമുക്ക് ആം ഹോൾ വരുന്ന ഏകദേശം ഒരു 9 ആം ഫിറ്റ് വരുന്നത്. അപ്പോൾ ഒരു 8.5 ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇവിടുന്ന് 3.5 ഇഞ്ച്, ഞാനൊരു കാര്യം വിട്ടുപോയി, നമ്മൾ 1 ഇഞ്ച് ഇവിടെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തേക്കണം. ആ പഫിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ടത് അത് കഴിഞ്ഞ് വേണം ഇങ്ങോട്ട് മാർക്ക് ചെയ്യാനായിട്ട്. കാരണം പഫ് വേറെ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു നോർമൽ സ്ലീവായിട്ട് തന്നെ മാർക്ക് ചെയ്യുകയാണ്. ഒരു 3/4 നോർമൽ സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. കൈവണ്ണം എത്രയാണോ അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്യൽ തുമ്പ് അത് ഇത്തിരി കൂട്ടിയിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഞൊറിവ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും തയ്യൽ തുമ്പ് നമുക്ക് തികയാതെ പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കൂട്ടിയിടുക. സാധാരണ ഞാൻ ഒരു 1.5 ഇഞ്ചൊക്കെയാണ് തയ്യൽ തുമ്പ് എടുക്കുന്നതെങ്കിൽ ഒരു 4-4.5 ഒക്കെ നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഒരു 4 അത്രയും കൂട്ടിയിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പഫ് ചെയ്തെടുക്കാൻ പറ്റാതാവും. അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്യുക. കണ്ടോ, പഫിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെറിയൊരു പഫായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് എപ്പോഴും കൂട്ടിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ 1 ഇഞ്ച് എക്സ്ട്രാ പഫ് എത്രയാണോ പൊങ്ങി വേണ്ടത് അതനുസരിച്ച് നമുക്ക് 1 ഇഞ്ച് ഇതെന്നുള്ളത് ഒരു 2 ഇഞ്ച് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ കൂടുതൽ വലുപ്പത്തിൽ പഫ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് റോങ് സൈഡും കൂടെ നമുക്ക് ഒരുമിച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ കുഴിച്ച് കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും കുഴിച്ച് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ കുഴിച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആം ഹോളിൻ്റേതും ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ സ്ലീവിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ വരുന്ന ഐ ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ആ വീഡിയോയിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്ലീവിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, സാധാരണ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട, സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് പഫിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂടെ ഞാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ തയ്യൽ തുമ്പും ഇത് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിനുള്ള പീസും നമ്മൾ അതിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. 2.25 മീറ്ററാണ് ഞാൻ ലൈനിങ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്കാണ്. നെക്കിൻ്റെ അകലം നമ്മൾ 3.5 ഇഞ്ച് അകലം മാർക്ക് ചെയ്തു. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 6.5 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ കൂടെ കൂട്ടി 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് കറക്റ്റായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കോർണർ ഭാഗം ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്തിട്ട് നമുക്ക് സ്ക്വയറായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ്. സ്ക്വയർ എടുക്കുമ്പോൾ നെക്ക് നല്ല വൈഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളവർ നെക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് കുറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ 2 വശത്തേക്കും നന്നായിട്ട് നിൽക്കുമ്പോൾ ചിലർക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ ബാക്കിൻ്റെ ലെങ്ത്ത് കുറച്ചാലും മതി നെക്ക് ചെറുതായിട്ട് ഇരിക്കാനായിട്ട്. ഇപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്തും ഞാൻ 5 എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് 6.5 ബാക്ക് 6 എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ലെങ്ത്ത് നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ ബാക്കിൽ കെട്ടുവള്ളിയൊക്കെ വെച്ചിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് നല്ല തുണിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിൽ ഒരു 6.5 തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കെട്ടുവള്ളി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ലൂസായിട്ടൊക്കെ ഫീൽ ചെയ്യും. അതല്ലെങ്കിൽ ഷോൾഡറൊക്കെ കുറച്ച് അതനുസരിച്ച് കൃത്യമായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലൈനിങ് താഴ്ഭാഗത്ത് വെച്ചിട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മൾ നല്ല തുണി ഇട്ടു. ഇനി നെക്കിൻ്റെ മിഡിൽ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്, തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ക്യാൻവാസിൻ്റെ അരികിനൂടെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇത് ബിഗിനേഴ്സിന് ഡൗട്ട് ഉള്ളവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ചെറിയ കട്ടിങ് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് നമുക്ക് തിരിച്ചിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ചേർന്നിരിക്കും. അതിനുശേഷം ഈ നല്ല തുണി ഇതുപോലെ ഉയർത്തിയിട്ട് നമുക്ക് ക്യാൻവാസ് ഇതിലേക്ക് ചേർത്ത് തയ്ച്ചെടുക്കാം.
നിങ്ങൾക്ക് ഹെം ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഹെമ്മൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പോകും, ഇങ്ങനെ ആകുമ്പോൾ ഒരിക്കലും പോവില്ല, നന്നായിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് നമുക്ക് തുണി ഇതിലേക്ക് ചേർത്ത് തയ്ച്ചെടുക്കാം. ഇപ്പം ഞാൻ കാണിച്ച അത്രയും മെത്തേഡാണ് ബാക്ക് സൈഡിനും നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ചേർത്ത് നമ്മൾ തയ്ക്കത്തില്ല ബാക്ക് സൈഡ്, കാരണം നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് തയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ ഞാൻ ബാക്ക് സൈഡും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഷോൾഡറൂടെ യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് രണ്ട് വശവും തുണി ചേർത്ത് പിടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട്. മിച്ചമുള്ള ലൈനിങ് പീസും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ലൈനിങ് തുണിയിലേക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശവും ഒരുമിച്ച് വെച്ചു. എന്നിട്ട് ഈ ലൈനിങ് പീസ് ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ആണ്, ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് ഇതേപോലെ വയ്ക്കുക. അതായത് ബാക്ക് പീസ് കൊണ്ട് ഫ്രണ്ട് സൈഡ് നമ്മൾ പൊതിയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട്. ഇതേപോലെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന പോലെ കണ്ടോ, ചേർത്ത് തന്നെ വയ്ക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ സ്പേസ് വരും, അതിങ്ങനെ തെള്ളി നിൽക്കും നെക്കിൻ്റെ ഭാഗം. 2 സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്കിത് നിവർത്തി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോൾഡർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ അകവശവും പുറകുവശവും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ലൈനിങ് ബാക്ക് സൈഡിൻ്റേത് ചേർത്ത് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സൈഡിൻ്റെയും ബാക്ക് സൈഡിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് സ്ലീവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്ലീവിൽ നമ്മൾ ചെറിയൊരു പഫാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് ഞാൻ ഇതുപോലെ 2ആയിട്ട് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇടഭാഗത്ത് നിന്നും നമുക്കൊരു ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലോങ് സ്റ്റിച്ച് ചെയ്യണം, എങ്കിലേ നമുക്ക് നൂല് വലിക്കുമ്പോൾ ഞൊറുവായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഞാനിവിടെ വരെ തയ്ച്ച് പുറത്തേക്ക് വന്നു. അതിനുശേഷം നമുക്ക് ഈ നൂല് ഒന്ന് അഴിച്ചെടുക്കണം. പൊട്ടിച്ച് ഒന്ന് അഴിച്ചാൽ ഇങ്ങനെ ഒരു വള്ളി ഇങ്ങനെ വലിക്കുക, പതുക്കെ വലിക്കണം. ഇങ്ങനെ തള്ളി വെക്കുക ഈ വശം. അടുത്ത വശവും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു നൂല് ഇതുപോലെ ഇങ്ങനെ വലിച്ച് പതുക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഒത്തിരി വലിക്കരുത്, ഒത്തിരി ടൈറ്റ് ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വരത്തില്ല. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ തുമ്പ് ഇതേപോലെ ഒന്ന് പിടിക്കുക. ഞാൻ ഇങ്ങനെ ആണ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ എനിക്ക് ചെയ്ത് കറക്റ്റായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് പതുക്കെ വലിക്കണം. നൂല് പൊട്ടരുത്, പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ അത് പൊട്ടാതെ എത്രയാണ് പഫ് നിങ്ങൾക്ക് വേണ്ടത് അത് നോക്കാം. ഇപ്പം ഏകദേശം ഒരു 1.5-2 ഇഞ്ച് വീതിയിൽ വരുന്ന രീതിയിലുള്ള പഫ് ഞൊറുവാണ് ഇവിടെ വരുന്നത്, 1.5 ഇഞ്ച്. അപ്പോൾ അത്രയും വേണ്ട, നമുക്ക് 1 ഇഞ്ച് വീതിയിലുള്ള പഫ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പയ്യെ ഒന്ന് വലിക്കുക. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട് കണ്ടോ, 1 ഇഞ്ച് വീതിയിലുള്ള പഫ്. അപ്പോൾ ഇത് ഇനി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നോർമൽ സ്റ്റിച്ച് ഇതിൻ്റെ പുറത്തൂടെ പയ്യെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചേർത്ത് തയ്ക്കുമ്പോൾ അഴിഞ്ഞു പോകത്തില്ല. നേരത്തെ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചേർത്ത് തയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിത് കറക്റ്റ് ആകത്തേ ഇല്ല. ഞാൻ വീണ്ടും ഇതിങ്ങനെ ചെയ്തെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ തയ്ക്കുകയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട, അവിടുന്ന് പോവുകയില്ല. അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ വലിച്ചെടുക്കുക. എന്നിട്ട് മറ്റേതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് ലെങ്ത്ത് നോക്കണം. ഒന്ന് ചെറുതും ഒന്ന് വലുതും പഫായി പോകരുത്. അപ്പോൾ രണ്ടും തുല്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടും ഒരുപോലെ വെച്ച് കറക്റ്റ് ചെയ്തെടുക്കുക. നൂല് പൊട്ടി പോകരുത് കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടും ഒപ്പത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നോർമൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് പിടിച്ച് അതേപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഞൊറിവുകൾ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ 2 സ്ലീവിൻ്റേതും നമ്മൾ പഫ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കുഴിച്ച ഭാഗം കണ്ടോ, ഇവിടെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ വേണം വരാനായിട്ട്, കുർത്തിയുടെ ഫ്രണ്ടിൽ വേണം വരാനായിട്ട്. സ്ലീവ് തിരിഞ്ഞു പോകരുത് വെക്കുമ്പോൾ. എന്നിട്ട് കറക്റ്റ് മിഡിൽ ഭാഗത്ത് തന്നെ ആ ഞൊറിവ് വെക്കുക. എന്നിട്ട് നമുക്ക് 2 വശത്തേക്കും തയ്ക്കാം. അത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. സ്ലീവ് നമ്മൾ എല്ലാ വീഡിയോയിലും എങ്ങനെയാണോ തയ്ക്കുന്നത് അതേപോലെ തന്നെ തയ്ച്ചാൽ മതി. പുറത്തേക്ക് ആ തെള്ളി കിടക്കുന്ന നൂല് നമ്മൾ ഞൊറിഞ്ഞപ്പോൾ മിച്ചമുണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് സ്ലീവ് കറക്റ്റ് നടുക്കുന്ന്
ഒരു വശത്തേക്കും വീണ്ടും അവിടുന്ന് തിരിച്ച് ഇങ്ങേ അറ്റത്തേക്കും പിന്നെ വീണ്ടും ഇവിടുന്ന് നടുക്കോട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സ്ലീവും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് പഫ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സാധാരണ 6 ഇഞ്ചാണ് എടുക്കാറുള്ളത് കൈവണ്ണത്തിൻ്റെ എടുക്കാനായിട്ട്. അളക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ ദേഹത്തുനിന്ന് നമ്മൾ അളവ് എടുക്കുമ്പോൾ 6 ഇഞ്ചിൻ്റെ അവിടുത്തെ വണ്ണമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 7 ഇഞ്ചിന് വണ്ണം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൈവണ്ണം 7 ഇഞ്ച്, ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് ആം ഹോൾ ഫിറ്റ്, അത് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കണം. ചിലപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്താ ഇത് 9 വേണ്ടത്, അതും മാർക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ വളഞ്ഞായിരിക്കും ഇരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത്. കാരണം ആം ഹോളിൻ്റെ അവിടെ ലൂസായിട്ടായി പോവും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ. കാരണം പഫ് ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വണ്ണം, കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വളച്ച് മാർക്ക് ചെയ്താൽ മതി. ഒരുപാട് വളയ്ക്കരുത്, അപ്പോൾ ഈ സ്ലീവിൻ്റെ അവിടെ ചുളിവ് വരും. അപ്പോൾ ഇത് കുറച്ചൊന്ന് വളച്ച് ചെയ്താൽ മതി. ഷേപ്പ് ലെങ്ത്ത് നമ്മൾ 13.5 14 നമുക്ക് കൊടുക്കാം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് 19 20 ഓരോരുത്തരുടെ ലെങ്ത്തിനനുസരിച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുത്തെ വണ്ണം ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. 2 വശത്തെ വണ്ണം 9 ഇഞ്ച്. പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം നമുക്കൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് 2 വശത്തേക്കും 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്ത് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കാണിക്കാം. ഇതിങ്ങനെ കർവ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഈ വശം റെഡി ആയില്ലേ. അതേപോലെ തന്നെ നമ്മളിവിടെ സ്ലീവിൻ്റേത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ചേർത്ത് ഇതേപോലെ തന്നെ നമ്മൾ വളച്ച് എടുക്കുകയാണ്. കണ്ടോ. അങ്ങനെ നമ്മുടെ ഷേപ്പ് ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നോക്കിയേ, നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്ക് കണ്ടോ, നല്ല സ്ക്വയർ പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പഫ് കണ്ടോ, ഇതുപോലെ ചെറിയൊരു പഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കുറച്ചുകൂടെ ഡീപ്പ് ആക്കിയിട്ട് നിങ്ങൾ കെട്ടുവള്ളിയൊക്കെ വെച്ചിട്ട് നല്ല തുണിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ലുക്കുള്ള ഒരു അടിപൊളി ഡ്രസ്സായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഒക്ടോബർ മുതൽ നമ്മൾ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.